അധ്യാപകരെ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, ഞാനൊരു കഥ പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് 1-2 മാസം മുമ്പ് നടന്ന ഒരു സംഭവമാണിത്. എന്റെ കഥയുടെ പേരാണ് അബ്രഹത്തിന്റെ കുതന്ത്രം. അബിശീനിയയിലെ ചക്രവർത്തിയായ നജാഷിയുടെ കീഴിൽ യമനിലെ ഗവർണറായിരുന്നു അബ്രഹത്ത്. അബ്രഹത്തിന് ഖുറൈശികളോട് വളരെ അധികം അസൂയ തോന്നി. കാരണം കഅബയുടെ പരിപാലകർ എന്ന നിലയിൽ അറേബ്യയിൽ ഖുറൈശികൾക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. മാത്രമല്ല, വർഷം തോറും ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് ആരാധനയ്ക്കായി കഅബയിൽ ജനങ്ങൾ എത്തിച്ചേരുന്നത് കൊണ്ട് അവരുടെ കച്ചവടവും പുരോഗതി പ്രാപിച്ചു. ഇതെല്ലാം കണ്ടിട്ട് അബ്രഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അറേബ്യയിൽ ഖുറൈശികളുടെ സ്ഥാനം ഇല്ലാതാക്കുവാനും അവരുടെ കച്ചവടം തകർത്തു കളയുവാനും അബ്രഹത്ത് തീരുമാനിച്ചു. അതിനാൽ യമന്റെ തലസ്ഥാനമായ സൻആയിൽ ഒരു വലിയ ദേവാലയം പണി കഴിപ്പിച്ചു. ജനങ്ങളോട് അവരെ വന്ന് ആരാധിക്കാൻ അബ്രഹത്ത് കൽപ്പിച്ചു. പക്ഷെ ആരും അത് ചെവിക്കൊണ്ടില്ല. മാത്രമല്ല, കഅബയോടുള്ള ഇഷ്ടവും മതിപ്പും ജനങ്ങൾക്ക് കൂടി കൂടി വന്നു. ഇതെല്ലാം കണ്ടിട്ട് അബ്രഹത്തിന് അസൂയ തോന്നി. ഇനി കഅബയെ നശിപ്പിച്ചു കളയാതെ വേറെ മാർഗമില്ല എന്ന് മനസ്സിലാക്കിയ അബ്രഹത്ത് ഒരു വലിയ സൈന്യവുമായി മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. സൈന്യത്തിന്റെ മുൻനിരയിൽ ധാരാളം ആനകൾ ഉണ്ടായിരുന്നു. ആ വലിയ ആനപ്പടയെ നേരിടാൻ മക്കക്കാർക്ക് കഴിയുമായിരുന്നില്ല. അവർ ആകെ പേടിച്ചു വിറച്ചു. ഖുറൈശി തലവനായ അബ്ദുൽ മുത്തലിബ് പിന്മാറാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അബ്രഹത്ത് പിന്മാറിയില്ല. അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തു. സർവശക്തനായ നാഥ, ഞങ്ങൾക്ക് ഈ വലിയ സൈന്യത്തെ നേരിടാൻ കഴിയുകയില്ല. നീ നിന്റെ ഭവനത്തെ കാത്തുരക്ഷിക്കണമേ. അള്ളാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു. അത്ഭുതകരമായ രീതിയിൽ അള്ളാഹു അവരെ നശിപ്പിച്ചു കളഞ്ഞു. എത്ര ശ്രമിച്ചിട്ടും ആനകൾക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. അവർ അവിടെ മുട്ടുകുത്തി നിന്നു. അപ്പോഴതാ ആകാശത്തു നിന്നും കൂട്ടം കൂട്ടമായി പക്ഷികൾ പറന്നു വരുന്നു. അത് അള്ളാഹു അയച്ച പക്ഷികളായിരുന്നു. ചൂളയ്ക്ക് വെച്ച ചുട്ടുപഴുത്ത തീക്കല്ലുകൾ കൊക്കിലും കാലിലും മുറുക്കെ പിടിച്ച് സൈന്യത്തിന്റെ നേരെ പറന്നു വന്ന് അവരുടെ നേരെ എറിഞ്ഞു. ആ ചുട്ടുപൊള്ളുന്ന തീക്കല്ലുകളേറ്റ് അവരവിടെ പിടഞ്ഞു വീണു. അങ്ങനെ കഅബയെ നശിപ്പിക്കാൻ വന്ന ആ വലിയ സൈന്യം ഒന്നുമല്ലാണ്ടായി പോയല്ലേ. ചവച്ചരച്ച വൈക്കോൽ ചണ്ടികൾ പോലെ അവരുടെ മൃതദേഹം നാലുപാടും ചിതറിക്കിടന്നു. കൂട്ടുകാരെ, തീർച്ചയായും ദൈവനിഷേധികൾക്കും ധിക്കാരികൾക്കുമുള്ള ഏറ്റവും വലിയ താക്കീതും മുന്നറിയിപ്പുമാണ് ഈ സംഭവം. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്? എത്ര വലിയ ശക്തിനെയും നേരിടാനുള്ള ഏറ്റവും വലിയ മൂർച്ചയേറിയ ആയുധമാണ് പ്രാർത്ഥന. അള്ളാഹുവിന്റെ സഹായമില്ലെങ്കിൽ എത്ര വലിയ ശക്തനും അങ്ങേയറ്റം ദുർബലനായിരിക്കും. കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസമുണ്ടായാലും അത് നേരിടാനുള്ള വിശ്വാസവും പ്രാർത്ഥനയോടും കൂടി ഉറച്ചു നിന്നുകൊണ്ട് നേരിടാനുള്ള പ്രചോദനമാകട്ടെ എന്റെ ഈ കൊച്ചുകഥ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.